സർ, ആദ്യമായിട്ട് തന്നെ ചോദിക്കാനായിട്ടുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമാണ്. ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ഓവർവ്യൂ എന്താണ്? നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25,700 ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്ന റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഈ നേട്ടം ഉച്ചയ്ക്ക് ശേഷം ഇത് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അത് സാധിക്കുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50 കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ഇന്നൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നില്ല. കാലത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ബട്ട് PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നേരിയ ഒരു പോസിറ്റീവ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഓവറോൾ ഒരു ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും നമുക്ക് ലോ റിസ്കിലെ കാര്യമായിട്ട് ഒരു ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി IT വരികയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി നിഫ്റ്റി IT സാധിക്കുന്നുണ്ട്. ഇന്ന് പരിശോധിക്കുകയാണെങ്കിലും 1.25% മുകളിലുള്ള ഒരു നേട്ടമാണ് നിഫ്റ്റി IT സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. നിഫ്റ്റി IT സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലൊക്കെ തന്നെ നിഫ്റ്റി IT നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? അഥവാ ഒരു സൂചിക പരിശോധിക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ITയുടെ കേസിൽ നമ്മൾ ഏതാണ്ട് ഒരു 3 ആഴ്ച മുൻപ് നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഇതിന് ഒരു ഡാർക്ക് ഹോഴ്സ് സെക്ടറായിട്ടായിരുന്നു വിലയിരുത്തിയത്. ആൻഡ് സബ്സിക്വന്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആക്ഷൻ നമ്മുടെ ആ ഒരു അനാലിസിസിന് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ഇന്നത്തെ ആ നേട്ടത്തോടു കൂടി ബെയറിഷ് അണ്ടർടോണിൽ നിന്നും ബുള്ളിഷ് അണ്ടർടോണായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. നമുക്ക് കൊഫോജ്, LTI, മൈൻഡ് ട്രീ, അതുപോലെ തന്നെ HCL ടെക്നോളജി, ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽസ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്റലക്ട് ഡിസൈൻ, ദാറ്റ് ഇസ് അനദർ IT സ്റ്റോക്ക് എന്റെ റേഡാറിലുള്ളത്. ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 0.5% മുകളിലുള്ള നേട്ടമാണ് ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക പരിശോധിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? Unfortunately, at the moment, എനിക്ക് നിഫ്റ്റി ഫൈനാൻഷ്യൽ ഇൻഡെക്സ് നിഫ്റ്റി ഫൈനാൻഷ്യൽ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ ഇൻഡെക്സിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 27,800 പോയിന്റ് കാണുന്നത്. ആൻഡ് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 26,800. 26,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത് BSE സംബന്ധിച്ചിടത്തോളമാണ്. BSE സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. 61% നേട്ടം. വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിലും 44% ഒരു നേട്ടം ഉണ്ടാകുന്നു. നിലവിലിപ്പോൾ BSE പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് എന്താണ്? BSEയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഇതിന്റെ മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടക്കാതെയായിരുന്നു നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. ഇന്ന കാലത്ത് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. അതിനുശേഷം ആസ് ഓഫ് നൗ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസിൽ തന്നെ പൊസിഷൻ ബുക്ക് ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ടൊറന്റ് പവറിലേക്ക് വരികയാണെങ്കിലും ടൊറന്റ് പവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാർട്ടറിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 50% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 723.7 കോടി രൂപ. റവന്യൂയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 10% ഒരു നേട്ടമാണ് ടൊറന്റ് പവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ടൊറന്റ് പവർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ടൊറന്റ് പവറിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നല്ല ഫൈനാൻഷ്യൽ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,250 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1,380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
അടുത്തായിട്ട് സാഗിളിനെ സംബന്ധിച്ചിടത്തോളമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സാഗിളിനെ പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ ഏകദേശം ഒരു 72% മുകളിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ ഒരു റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒരു 43% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 432.2% ഒരു വളർച്ചയും സാഗിളിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സാഗിൾ പരിശോധിക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ടെക്നിക്കൽ ഓവർ ലുക്ക് എന്താണ്? സാഗിൾ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിൽ മറ്റൊരു പ്രോബ്ലം കാണുന്നത്, ദിസ് ഇസ് നോട്ട് എ ഹൈലി ലിക്വിഡ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിന് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബിക്കോസ് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 335 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 420 രൂപയിലായിരിക്കും. ഇവിടുത്തെ PTC ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഭേദപ്പെട്ട ഒരു പ്രകടനം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ഏകദേശം ഒരു 31% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ കമ്പനിയുടെ റവന്യൂ ഏകദേശം ഒരു 12% ഒരു വർധനവ് കാഴ്ചവെച്ചുകൊണ്ട് 5458 കോടി രൂപ എന്നൊരു നിരക്കിലായിരുന്നു PTC ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ PTC ഇന്ത്യയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി PTC ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 160 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 175 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ഒരു സെക്ടോറിയൽ പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ ഏകദേശം ഒരു 1%-ഓളമുള്ളൊരു നേട്ടമാണ് നിഫ്റ്റി ഓട്ടോ ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ അനലൈസ് ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാഴ്ചവെച്ചത്. അത് എസ്പെഷ്യലി പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ തുടർന്നായിരുന്നു. ബട്ട് കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് കറന്റ്ലി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇൻഡെക്സിന്റെ കേസിൽ ചുരുങ്ങിയത് ഒരു 600 പോയിന്റിന്റെ നേട്ടം നമുക്ക് കറന്റ് ലെവൽസിൽ നിന്നും പ്രതീക്ഷിക്കാം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഇൻഡെക്സിന്റെ മേജർ സപ്പോർട്ട് 26,200 പോയിന്റിലാണ് കാണുന്നത്.